ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISLൻ്റെ പ്രോസസ്സ് അത് വളരെ പതിയെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ടെൻഡർ വിളിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ബിഡുകൾ ഒന്നും വന്നിട്ടില്ല. നേരത്തെ ISL നടത്തിയിരുന്ന FSDLന് താല്പര്യമുണ്ട്, പക്ഷേ ബിഡ് അവർ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡെഡ് ലൈൻ ഫെഡറേഷൻ നീട്ടേണ്ടി വന്നിരുന്നു. 5-ാം തീയതി എന്നുള്ളത് 7-ാം തീയതിയിലേക്ക് മാറ്റിയിരുന്നു. മാർക്കസ് മെർഗുലാവോ ഉൾപ്പെടെയുള്ളവർ ഇത് സ്ഥിരീകരിച്ചിരുന്നു. അതായത് കമ്പനികൾ ഈയൊരു തീയതി നീട്ടാൻ ആവശ്യപ്പെടുകയായിരുന്നു. അത് പ്രകാരമാണ് ഈയൊരു തീയതി ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നീട്ടിയിട്ടുള്ളത്. ഏതായാലും മാർക്കസ് മെർഗുലാവോയുടെ ആ ഒരു റിപ്പോർട്ടിൻ്റെ കമൻറ്റ് ബോക്സിൽ നമുക്ക് ഒഡീഷയുടെ താരമായ കാർലോസ് ഡെൽഗാഡോയെ കാണാൻ കഴിയും. അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡെൽഗാഡോ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അവർക്ക് ഇന്ത്യൻ ഫുട്ബോളിനോട് വല്ല ആത്മാർത്ഥതയും ഉണ്ടോ എന്നാണ് ഈ ഒഡീഷ താരം ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്: വീണ്ടും അവർ മാറ്റിവെച്ചോ? ഇത് എത്രാം തവണയാണ് ഈ ISLൻ്റെ പ്രോസസ്സ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്? ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ അവർക്ക് വല്ല ആത്മാർത്ഥതയും ഉണ്ടോ? ഇതാണ് കാർലോസ് ഡെൽഗാഡോയുടെ ഒരു കമൻറ്റ് വരുന്നത്. നേരത്തെയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെതിരെ ഇദ്ദേഹം വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് എല്ലാ കാര്യങ്ങളും വൈകിക്കൊണ്ടാണ് ഇപ്പോൾ ഫെഡറേഷൻ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടനടിയൊന്നും ISL തുടങ്ങും എന്നുള്ളത് ആരും പ്രതീക്ഷിക്കേണ്ട. അടുത്ത ജനുവരി മാസത്തിലെങ്കിലും തുടങ്ങിയാൽ മതിയായിരുന്നു എന്ന ഒരു ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.